സാർ എന്നത് ഞാൻ പ്രൊഡ്യൂസറുടെ ആളാ സാർ. അത് മധുബൽ സാറോടെ ഓ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞോളാം. ഇന്ന് എനിക്ക് ഷൂട്ടിംഗ് തുടങ്ങുന്നത് വേഷം ധരിക്കാം. അങ്ങോട്ട് മാറി നിൽക്കണം. ലെഫ്റ്റ് ലെഫ്റ്റ് നമുക്ക് ആദ്യം ബലാത്സംഗരംഗം തന്നെ എടുക്കാം അല്ലേ? അത് ഞാൻ വേണ്ട പോലെ ചെയ്തോളാം. ആളുകൾ പറയുന്നേ പ്രൊഡ്യൂസർ ഗുഡ് മോർണിംഗ്. എപ്പോഴാണ് മുഹൂർത്തം? 8:40 സാർ. മനസ്സിലായി കാണുമല്ലോ, ഇതാണ് ഞാനെന്ന് പറഞ്ഞ ബോംബെ പ്രൊഡ്യൂസർ കുട്ടിശ ശങ്കർദാസ്. ബോംബെയിലുള്ള പണക്കാരുടെ വേഷമൊക്കെ ഇങ്ങനെയാ. മൂപ്പർക്ക് ഇതുപോലത്തെ 50 ഡ്രസ്സുണ്ട്. ഇത് പണിക്കരിയേട്ടൻ, ഭാര്യ, മറ്റേ കുട്ടിയുടെ അനിയത്തി സന്ധ്യ, ഇത് നിർമ്മലൻ. പറഞ്ഞ പോലെ മറ്റേ കുട്ടി എവിടെ? ആരെ? അരുതാത്ത കുട്ടി ഒന്ന് വിളിക്കൂ, മൂപ്പരെ ഒന്ന് പരിചയപ്പെട്ടെ, ഈ വേഷമൊക്കെ ഒന്ന് കാണട്ടെ. ചേച്ചി ഇവിടെ നോക്ക്. ഞാൻ പണക്കാരനാണെങ്കിലും നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മൂത്തമോളൊരു ചിത്രകാരിയാ. ഓഹോ, എനിക്ക് ചിത്രങ്ങൾ വളരെ ഇഷ്ടമാണ്. വരച്ചു വെച്ച് വല്ലതും ഉണ്ടെങ്കിൽ തന്നോളൂ, നല്ല വില തരാം. ഇയാൾ പഠിക്കുകയാണോ? അതെ, പീഡിയിരിക്കെ. പിന്നെ രണ്ടാമത്തോളം മെഡിക്കൽ എൻട്രൻസിന് പരീക്ഷ എഴുതിക്കുക. വെരി ഗുഡ്. ഡോക്ടർ, ചിത്രകാരി, നല്ല കുടുംബം. എനിക്ക് നിങ്ങളെയൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. എന്റെ ആദ്യത്തെ പടമാണ്, എല്ലാവരുടെയും സഹകരണം വേണം. അപ്പോ ഞങ്ങൾ തുടങ്ങട്ടെ. അനുഗ്രഹം വേണം. ശരത്, നടികന്മാരൊന്നും വന്നില്ലേ? ജഗദീഷൊക്കെ മേക്കപ്പ് ഇടാൻ സാർ. ഒന്ന് വരാൻ പറയൂ. പ്രൊഡ്യൂസർ ശങ്കർദാസ് വിളിക്കുന്നു പറയില്ല, മേക്കപ്പ് കഴിഞ്ഞിങ്ങോട്ട് വരും സാർ. അങ്ങനെ പോരല്ലോ. പോരല്ലോ. ഞാനല്ലേ ഈ പടത്തിന് കാശ് മുടക്കുന്നയാൾ. അയാളോട് വരാൻ പറയൂ. വരാൻ പറയൂ. അമ്പയോഷ, നീ എന്ന് വിളിക്കും. എന്നോട് ക്ഷമിക്കൂ. ഈശ്വര. ജഗദീഷ് സാർ നമസ്കാരം. നമസ്കാരം. സമിതി സാർ, നിങ്ങൾ ഇത്ര വയസ്സാണോ? ആരാ? ഞാൻ പ്രൊഡ്യൂസറുടെ വലം കൈയാണ്. ബീന ആന്റണി ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞാൻ മലയാള നോവലിസ്റ്റ് NP അംബുജാക്ഷൻ. അതുകൊണ്ട് പ്രൊഡ്യൂസർ നിങ്ങളോടൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഈ മേക്കപ്പ് കഴിഞ്ഞിട്ട് വരാം. അല്ല, ഇപ്പൊ തന്നെ ചെല്ലാൻ പറഞ്ഞു. എന്താ കാര്യം? അദ്ദേഹം പ്രൊഡ്യൂസർ അല്ലേ, നമ്മൾ അങ്ങോട്ട് ചെന്ന് കാണേണ്ടതല്ലേ? മേക്കപ്പ് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ പോരാ, അങ്ങനെയല്ലേ കാശ് മുടക്കുന്നത്? ബോംബെയിലെ വലിയ പണക്കാരനല്ലേ? ചേട്ടാ, ഇതെന്ത് പാട്? അങ്ങേര് തന്നെ കാശ് മുടക്കുന്ന സിനിമയിൽ അഭിനയിക്കാൻ വന്നിരിക്കുന്നവരാ ഞങ്ങള്. അതിനുള്ള തയ്യാറെടുപ്പായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിയാതെ അങ്ങോട്ട് വരുന്ന പ്രശ്നമില്ലെന്ന് നോവലിസ്റ്റ് എന്ന് പറഞ്ഞു കേട്ടോ. ഓഹോ, അങ്ങനെയാണല്ലേ? അങ്ങനെയല്ല, ഇങ്ങനെ.